തുടരും എന്ന് പറഞ്ഞ പടത്തിന് ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ എക്സ് പ്രസിഡന്റ് ആയിരുന്ന രഞ്ജിത്തേട്ടന് വരെ 75 ലക്ഷം രൂപ ലിസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ പടങ്ങൾക്കും ഏതെല്ലാം പടങ്ങളും ലിസ്റ്റിന് പൈസ കൊടുത്തു എന്നുള്ള തെളിവ് തന്നെയല്ലേ. ലിസ്റ്റിന് ഇത് എടുക്കുന്നു, പലിശ കൂട്ടി കൊടുക്കുന്നു. ഇത് 1ഉം 2ഉം പലിശയ്ക്ക് ചെന്നൈയിൽ നിന്ന് എടുക്കുന്നു, ഇവിടെ കൊണ്ടുവന്ന് 8ഉം 9ഉം പലിശയ്ക്കൊക്കെ കൊടുക്കുന്നു. അത് ശരിയല്ല. അത് എന്നിട്ട് പല പാവപ്പെട്ട നിർമ്മാതാക്കൾക്കും ഇത് തിരിച്ചടയ്ക്കാൻ പറ്റാണ്ടായി കഴിയുമ്പോൾ എന്തോരും ഈ പടങ്ങളെല്ലാം ലിസ്റ്റിൻ്റെ പേരിലേക്കായി മാറും. അതിന് അവർ പിന്നെ ലിസ്റ്റിൻ്റെ അടിമകളായി മാറുകയാണ്. അപ്പോൾ അത് പലരും തിരിച്ചറിയുന്നില്ല. തിരിച്ചറിഞ്ഞാൽ പോലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പാവപ്പെട്ട നിർമ്മാതാക്കൾ മാറുകയാണ്. മാർച്ചിന് ശേഷം ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ഈ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തുവിടില്ല. ബിക്കോസ് അതിൻ്റെ കാരണം അത് ചോദിച്ചത് നന്നായി. കാര്യം ഇത്രയും നാളും മാസം കളക്ഷൻ റിപ്പോർട്ട് വന്നിരുന്ന നിർമ്മാതാക്കളുടെ സംഘടന എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 2 മാസം എന്തുകൊണ്ട് വിട്ടില്ല? കാരണം ലിസ്റ്റിൻ്റെ സിനിമകൾ ഇറങ്ങി. ലിസ്റ്റിൻ്റെ പടത്തിൻ്റെ കോസ്റ്റും ആദ്യം പടത്തിൻ്റെ കോസ്റ്റ് 15 കോടി രൂപയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് പടം അങ്ങോട്ട് വർക്കാവുന്നില്ല എന്ന് കണ്ടപ്പോൾ പടത്തിൻ്റെ കോസ്റ്റ് 9 കോടി രൂപയായി മാറി. പിന്നെയും അത് കുറച്ചുകൂടെ കുറഞ്ഞേനെ, ഒന്നുകൂടെ പിടിച്ച മറ്റേ സിനിമയിൽ ഇതിൻ്റെ ആമയുടെ വലിപ്പം പറയുന്നത് പോലെയാണ് ലിസ്റ്റിന്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ലിസ്റ്റിൻ്റെ ഒരു എന്താ പറയുക കള്ളക്കളികളാണ് ഈ പറയുന്ന അസോസിയേഷനിലെല്ലാം നടക്കുന്നത്. അപ്പം പുള്ളിയുടെ പടം അസോസിയേഷൻ്റെ ട്രഷററായിരുന്നുകൊണ്ട് പുള്ളിയുടെ പടം 2 ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് പറച്ചിലും ഇല്ല എവിടെയും. എത്ര രൂപയ്ക്ക് ചെയ്തു, എത്ര രൂപയ്ക്ക് വിറ്റു, എത്ര രൂപ തിയേറ്റർ കളക്ഷൻ വന്നു, ഇതൊന്നും ഈ 2 മാസമായിട്ട് അറിയാം. ഇപ്പം തന്നെ അത് തന്നെ വളരെ എവിഡൻ്റ് അല്ലേ ഇവർ ചെയ്യുന്ന. അതായത് മറ്റ് നിർമ്മാതാക്കൾക്ക് ഒരു നിയമവും ഇവർക്ക് വേറൊരു നിയമവുമാണ്. എന്തുകൊണ്ട് അവർ ചെയ്തില്ല? എന്തുകൊണ്ട് കഴിഞ്ഞ 2 മാസം അവർ ഇത് വിട്ടില്ല?